പുരാവസ്തുക്കൾ മറയാക്കി കോടികളുടെ തട്ടിപ്പ് നടത്തി അഴിക്കുള്ളിലായ മോൻസൺ മാവുങ്കലിന്റെ ആഡംബര ലോകം ഒടുവിൽ ആക്രിക്കടയിലെത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് വൻകിട VVIPകളും സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും അന്തിയുറങ്ങിയിരുന്ന മോൻസന്റെ ആഡംബര കാരവാനും വില കൂടിയ മുന്തിയിനം വിദേശ കാറുകളുമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തുരുമ്പെടുത്ത് ഒടുവിൽ വെറും ആക്രി വിലയ്ക്ക് വിറ്റുതീർക്കുന്നത്. ചേർത്തല പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വർഷങ്ങളായി വെയിലും മഴയുമേറ്റ് കിടന്ന് നശിക്കുകയായിരുന്ന ഈ വാഹനങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ലേലത്തിൽ പോയിരുന്നുവെങ്കിലും സാങ്കേതികമായി ചില രേഖകൾ കൈമാറുന്നതിലെ കാലതാമസം കാരണമാണ് ഇവിടെ നിന്നും മാറ്റുന്നത് വൈകിയത്. ഇപ്പോൾ നടപടികൾ പൂർത്തിയായതോടെ മുംബൈയിലെ ഒരു പ്രമുഖ സിനിമാ നടിയുടെ പേരിലുള്ള വാഹനം ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ ദിവസം മുതൽ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി തുടങ്ങി. നാളുകളായി പോലീസ് സ്റ്റേഷന് മുന്നിലെ കൗതുക കാഴ്ചയായിരുന്ന ഈ വാഹനങ്ങൾ ഇനി വെറും ഇരുമ്പ് അവശിഷ്ടങ്ങൾ മാത്രമായി മാറും. ചേർത്തല വള്ളിയിൽ മാവുങ്കൽ വീട്ടിൽ മോൻസന്റെ പേര് കേരളക്കര കേൾക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുരാവസ്തു വ്യാപാരി എന്ന നിലയിലാണ്. കൊച്ചിയിലെ ഇയാളുടെ ആഡംബര കോട്ട സന്ദർശിക്കാത്ത പ്രമുഖർ കേരളത്തിൽ കുറവായിരുന്നു. എന്നാൽ അവിടുത്തെ ആഡംബരങ്ങൾക്ക് പിന്നിൽ നടന്നത് സിനിമകളെ പോലും വെല്ലുന്ന വൻ സാമ്പത്തിക തട്ടിപ്പുകളും. തന്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ ചേർത്തലയിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോൻസനെ ക്രൈംബ്രാഞ്ച് സംഘം നാടകീയമായി പിടികൂടുന്നത്. 2017 ജൂൺ മുതൽ 2020 നവംബർ വരെയുള്ള കാലയളവിൽ വിവിധ വ്യക്തികളിൽ നിന്നായി 10 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. മോൻസൺ മാവുങ്കലിന്റെ അറസ്റ്റിന് പിന്നാലെ പുറത്തു വന്നത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വിചിത്രമായ കഥകളായിരുന്നു. ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇയാൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വ്യാജ പുരാവസ്തുക്കളുടെ പട്ടികയിൽ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസിന് ലഭിച്ച 30 വെള്ളിക്കാശിലെ 2 നാണയങ്ങൾ, മോശയുടെ വടി, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിളക്ക്, ശ്രീകൃഷ്ണന്റെ വെണ്ണക്കുടം, രാജാ രവിവർമ്മയുടെ അമൂല്യമായ യഥാർത്ഥ ചിത്രങ്ങൾ, ശബരിമലയിലെ മുൻകാല സ്വർണ്ണത്തിടമ്പ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. ഗൾഫ് രാജകുടുംബങ്ങൾക്ക് പുരാവസ്തുക്കൾ വിറ്റ വകയിൽ തന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നും ഇത് കേന്ദ്ര സർക്കാരിന്റെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പിൻവലിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞായിരുന്നു ഇയാൾ ഇരകളെ പറ്റിച്ചത്. ഈ തടസ്സങ്ങൾ മാറ്റാൻ പണം ആവശ്യമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രമുഖരിൽ നിന്നടക്കം ഇയാൾ കോടികൾ കൈക്കലാക്കിയത്. കൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയക്കാരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ തന്റെ വീട്ടിലെത്തുന്നവർക്ക് മുൻപിൽ ഈ സ്വാധീനം ദുരുപയോഗം ചെയ്താണ് വിശ്വാസ്യത പിടിച്ചുപറ്റിയത്. ഒടുവിൽ നിയമത്തിന്റെ പിടിയിലായതോടെ ആ ആഡംബര ജീവിതത്തിന്റെ ബാക്കി പത്രമായിരുന്ന കാറുകൾ കൂടി ഇപ്പോൾ ആക്രിക്കടയിലേക്ക് നീങ്ങുമ്പോൾ അത് വലിയൊരു തട്ടിപ്പ് യുഗത്തിന്റെ ഔദ്യോഗിക അന്ത്യം കൂടിയാവുകയാണ്.